വെൽക്കം ടു മൈ ചാനൽ വീനാസ് സാരി കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി എടുക്കുന്നു 4 സാരി കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൽ ഒരു 6-7 എപ്പിസോഡ് മുമ്പാന്ന് തോന്നുന്നു കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ആൻറ്റി ഇപ്പോൾ ബാവഞ്ചി സാരി ഭയങ്കര ട്രെൻഡാണല്ലോ, അതുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കയ്യിലൊരു വളരെ പഴയതായിട്ടുള്ള ബാവഞ്ചികളാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുട്ടി ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിലും എല്ലാവർക്കും കൂടി വേണ്ടിയാണ് പറയണത് കേട്ടോ. ആ കുട്ടി ചോദിച്ചോണ്ട് ആ കുട്ടി എന്നുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഈ ഉടുത്തേക്കുന്ന സാരിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഇത് എനിക്ക് തോന്നുന്നത് 20 വർഷത്തിനോട് അടുപ്പിച്ചായിട്ടുള്ളൊരു സാരിയാണ്. ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. അതിൽ എന്താ പറയുക, ലൈറ്റ് ബ്ലൂ ബോർഡറിൽ പിന്നെ സിൽവർ പോലത്തെ ഒരു ജെറിയാണ് ഇങ്ങനെ ബോർഡർ വന്നേക്കുന്നത് 2 വശത്തും. പല്ലുവും ഇങ്ങനെ. പക്ഷേ ഈ മെറ്റീരിയൽ ഇപ്പോൾ കാണുമ്പോൾ തോന്നണത് നമ്മുടെ ഒരു ഓർഗൻസയുടെ ഒരു ചായയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ഇത് പക്ഷെ ഞാൻ മേടിച്ചിട്ടൊരു 10-20 വർഷത്തിനോട് അടുപ്പിച്ചായി. നമ്മുടെ പുതിയ ജയലക്ഷ്മി വന്നതിന് ശേഷം അവിടെ നിന്ന് ആ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇതിനൊരു കേടും പറ്റിയിട്ടില്ല കേട്ടോ, കീറലൊന്നുമില്ല. പക്ഷെ ബ്ലൗസ് ഇതിൻ്റെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ട ഇതിൽ ഈ ജെറി ബോർഡറായിരുന്നു ബ്ലൗസ്. അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ബ്ലൗസ് ഇട്ട് എന്തെങ്കിലും കയറുമെന്ന് തോന്നണില്ല ബ്ലൗസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്താണ്. ഇതിന് അന്ന് 2200 എങ്ങാണ്ടായിരുന്നു വില. ആ ജയലക്ഷ്മി തുടങ്ങി അടുത്താണ്, ആ വലിയ ജയലക്ഷ്മി MG റോഡിൽ. കളർ ഒരു നല്ല കളറല്ലേ, ഒരു പേസ്റ്റ് ബ്ലൂ, നല്ലൊരു ആ ഒരു ഷെയ്ഡ് കണ്ടാണ് വാങ്ങിയത്. പിന്നെ നമുക്ക് നമ്മുടെ ബാവഞ്ചിയിലേക്ക് കിടക്കാം. ഇനി ബാവഞ്ചി സാരീനെ പറ്റി പറയാം. എൻ്റെ അടുത്തുള്ള 3 ബാവഞ്ചി 3 മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ തമ്പനെയിൽ പറഞ്ഞ പോലെ ഞാൻ 25 റുപ്പീസ് കൊടുത്ത് വാങ്ങിയ എൻ്റെ ബാവഞ്ചി ലാസ്റ്റ് കാണിക്കും. കാരണം അതിനെപ്പറ്റി ഇച്ചിരി പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണണം എല്ലാവരും. അപ്പം അത് ഞാൻ ആ 4ാമത്തെ സാരിയായിട്ട് കാണിക്കുന്നത് അതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബാവഞ്ചി എന്ന് പറയുന്നത്. ഒരു സ്ലേറ്റിനേലും ഡാർക്ക് ഗ്രേ കളറിൽ ഇങ്ങനെ നമ്മുടെ ബാവഞ്ചിയുടെ ബോർഡർ. പല്ലു ഇങ്ങനെയാണ് പല്ലു വന്നേക്കുന്നത്. ഇത് പക്ഷേ നമ്മുടെ എന്താ പറയുക, സിൽക്ക് കോട്ടൺ എന്ന് പറയാം. പക്ഷെ ഉടുക്കാൻ സുഖമുള്ള മെറ്റീരിയലാണ്. ഒത്തിരി മറ്റേ പോളിസ്റ്റർ സ്റ്റഫൊന്നും ഇല്ലാത്ത വളരെ ഒതുങ്ങിക്കിടക്കുന്ന നല്ലൊരു സാരിയാണ്. ഇത് ഞാൻ വാങ്ങിയത് ഷീമാട്ടിൽ നിന്നാണ്. ഇതും ഒരു 18-19 വർഷത്തോടെ അടുപ്പിച്ചായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 1800 രൂപയാണ് ഇതിന് കൊടുത്തത്. 1800 ആണോ വെറും 800 ആണോ? ഇപ്പം എനിക്കതൊരു ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം 800 ആയിരിക്കും എനിക്ക് തോന്നുന്നത്. 1800 വരാൻ സാധ്യതയില്ല, ഈ ഒരു മെറ്റീരിയലില്ല. 800 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും കൂടെ ഞാൻ കാണിക്കാം. അന്ന് വിത്ത് ബ്ലൗസ് ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ആയിരുന്നത്. സ്ലീവ്സിൽ ഇതിൻ്റെ ഈ ബോർഡർ അടക്കമായിരുന്നത് ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ ഞാനിതിൽ ഫിറ്റാവുമെന്ന് പറയാൻ പറ്റില്ല. ബ്ലൗസ് പാകാവണ ഒരു രക്ഷയില്ല, കാരണം അത്രയും പഴയതല്ല. ഇനിയിപ്പോൾ ഉടുക്കണ സമയത്ത് ഞാൻ വിചാരിച്ചപ്പോൾ ഈ ബ്ലൗസ് വലിയ തെറ്റില്ലല്ലോ, മാച്ചല്ല. ഇങ്ങനെ വല്ല ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ കയ്യിലുള്ള 2ാമത്തെ ബാവഞ്ചി സാരി. നല്ല ഡാർക്ക്, എന്താ പറയുക, തീപ്പെട്ടിയുടെ വയലറ്റ് എന്നൊക്കെ പറയും. അത്രയും ഡാർക്ക് വയലറ്റിൽ നല്ല വീതിയുള്ള ബാവഞ്ചി ബോർഡർ.
പല്ലുതേ ഇങ്ങനെ. ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് വിത്ത് ബ്ലൗസ്, ഇതുപോലെ സ്ലീവ്സിൽ ഈ വലിയ ബോർഡറായിട്ട്. ഇനി ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറയാം, എത്ര വർഷമായതാണെന്ന് പറയാം. ഇത് ഒരു ഏതാണ്ട് 20 വർഷമൊക്കെ ഇതും ആയിട്ടുണ്ട്, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങിയത് BTH എപ്പോഴും നമ്മുടെ ചെന്നൈയിൽ നിന്ന് വിഭ എന്നൊരു സെയിലുകാർ വരും, ഒരു അമ്മയും മകളും, അവരുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയത്. പക്ഷെ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് ബ്ലൗസൊന്നും ഇതിൻ്റെയും കയറില്ല, ഇതിനൊക്കെ ഇനി വേറെ ബ്ലൗസൊക്കെ ഒപ്പിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബാവഞ്ചിയുടെ മെറ്റീരിയലും എൻ്റെ വ്യത്യാസം ഉണ്ടെന്ന്. ഇത് കുറേ കൂടെ സിൽക്ക് ഫിനിഷ് കൂടുതലാണ്, വളരെ തിന്നുമാണ്, അതായത് ആവശ്യത്തിനുള്ളൊരു തിക്നെസ്സും ഇതിനകത്ത് സിൽക്ക് നൂല് കൂടുതലുണ്ട്. അത് നമുക്ക് സാരി ഉടുക്കുമ്പോഴും പിടിക്കുമ്പോഴും അറിയാം. നേരെ മറിച്ച് ആദ്യം കാണിച്ചതിന് അത്രയും സിൽക്ക് ത്രെഡ് ഇല്ല, പക്ഷെ നമുക്ക് ചൂടെടുക്കില്ല. ഇത് വളരെ സുഖമാണ്, സിൽക്ക് സാരി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അന്ന് ഇതിന് 1600 രൂപയാണ് കൊടുത്തത്. ഇതാണ് ഞാൻ തമ്പനയിലിൽ പറഞ്ഞ 25 രൂപയ്ക്ക് വാങ്ങിയ ബാവഞ്ചി, ശരിക്കുള്ള ഒറിജിനൽ ബാവഞ്ചി സാരി. 25 രൂപ കേട്ടിട്ട് ആരും ഞെട്ടരുത്, അതിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ ഈ ബാവഞ്ചി സാരിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, ഇത് വാങ്ങിയ കഥ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞാനിത് വാങ്ങിയിട്ട് 39 വർഷമാവാൻ പോകുന്നു. ഇത് വാങ്ങിയത് ഷീമാട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം. ഈ സാരി വാങ്ങാൻ ഉണ്ടായ ഒക്കേഷൻ, എൻ്റെ നാത്തൂൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സാരി വാങ്ങിയത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ സാരി എന്തായാലും നമുക്കൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണല്ലോ. നമ്മൾ പുതുപ്പെണ്ണ്, നാത്തൂൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു അവസരമാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സാരി എടുക്കാനായിട്ട് നമുക്ക് അന്ന് ഇവിടെ അപ്പച്ചൻ, അതായത് എൻ്റെ ഫാദറിലോ, ഇവിടുത്തെ അപ്പച്ചൻ നമുക്ക് പൈസയൊക്കെ അന്ന് അങ്ങനെ ഒരു, ഇപ്പോഴും ഉണ്ട് ആ ട്രെൻഡ് ഉണ്ടല്ലോ, വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കല്യാണം വരുമ്പോൾ പേരൻസ് പൈസ തരുമല്ലോ സാരി മേടിക്കാനെന്നോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി നമുക്ക് മേടിക്കാമല്ലോ. അങ്ങനെ സാരി നോക്കാമെന്നൊക്കെ വെച്ച് ഞാൻ ഷീമാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അന്നത്തെ ഷീമാട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കാണുന്ന പോലെ അല്ലല്ലോ, ഒരു ആ L ഷേപ്പിലുള്ള ആ കയറുന്ന ഒരു ഭാഗം, പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് സാരികളുടെ സെക്ഷൻ, എറണാകുളം ഷീമാട്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് സാരി മേടിച്ചാൽ അന്ന് മേടിക്കാൻ ഉദ്ദേശമില്ല. അന്ന് അവിടെ എറണാകുളത്ത് അതിൻ്റെ ഷീമാട്ടിലേക്ക് അടുത്താണല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് പോയി നോക്കാം, കല്യാണം ആകുമ്പോഴത്തേനും മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഷീമാട്ടിയിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിലൊരു സാരിയൊക്കെ ഉടക്കി. അവിടെ അന്ന് 3 മാനക്വിൻസാണ് ഉള്ളത്. അതിൽ ഒരാളെ ഈ സാരി അങ്ങ് ഉടുപ്പിച്ച് നിർത്തിയേക്കുക. കണ്ട വശം തന്നെ സാരി ഇഷ്ടപ്പെട്ടു, പക്ഷെ വില അറിയണമല്ലോ. അങ്ങനെ അകത്ത് ചെന്ന് കുറച്ച് സാരികളൊക്കെ നോക്കി. അന്ന് നമുക്ക് വേറെ ടൈപ്പ് ഓഫ് സാരികൾ. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ഒരു സാരീനെ ഉടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, അതെന്ത് സാരിയാണ്, എത്രയാണ് അതിൻ്റെ വില? അപ്പോൾ ആ സെയിൽസ്മാൻ പറഞ്ഞു എൻ്റെ അടുത്ത്, അത് ഇപ്പോൾ പുതിയത് വന്ന ഞങ്ങളുടെ സാമ്പിൾ സാരിയാണ്, അതിൻ്റെ വില 1625 രൂപയാണ് അന്ന് ഈ സാരിയുടെ വില.
അപ്പം ഞാൻ ശരി എന്നും പറഞ്ഞ് വേറെ കുറച്ച് സാരികളൊക്കെ നോക്കി തിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാരി കണ്ട കാരണം വേറെ സാരികളൊന്നും നമ്മുടെ മനസ്സിൽ പിടിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ വില ഈ 1625 രൂപ എന്ന് പറഞ്ഞത് എടുത്ത് പറയാൻ കാരണം അന്ന് ഒരു പവൻ്റെ വില 1600 രൂപയാണ്. ഒരു പവനേലും കൂടുതൽ 25 രൂപ കൂടുതൽ ഒരു സാരിക്ക് മുടക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലൊരു കുറച്ച് ഒരു നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു അന്ന് അങ്ങനെ ഒരു ചിന്തയും വന്ന് കൂടി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അപ്പച്ചൻ എനിക്ക് സാരി എടുക്കാൻ തന്നത് 1000 രൂപയാണ്, ഇവിടുത്തെ അപ്പച്ചൻ. അപ്പോൾ ആ പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്ന് പോയി. ഞാൻ എൻ്റെ അപ്പച്ചനായിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പോൾ അപ്പച്ചനോട് ഇങ്ങനെ വെറുതെ ഞാനിങ്ങനെ വർത്തമാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, കല്യാണ സാരിയൊക്കെ ഞാൻ പോയി നോക്കി അപ്പച്ച, പക്ഷെ എനിക്കിഷ്ടപ്പെട്ട സാരി 1625 രൂപയാണ്. 1000 രൂപ എന്തായാലും എനിക്കിവിടെ അപ്പച്ചൻ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ആ സാരി എടുത്തോ, ബാക്കിയുള്ള കാശ് ഞാൻ തന്നേക്കാം. അപ്പോൾ അതേ ടെൻറ്റടേം ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പം അങ്ങനെ ആ പൈസ അപ്പോൾ 600 രൂപ എടുത്ത് തന്നു. 25 രൂപ പിന്നെ അതെനിക്ക് എടുക്കാമല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. അത് അങ്ങനെ ഞാൻ അപ്പോഴും അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം ഞാൻ അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ സാരി ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ കിട്ടൂലല്ലോ. പിന്നെ ഞാൻ വെച്ച് എനിക്കുള്ള സാരിയാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എറണാകുളത്ത് തിരിച്ചു വന്ന് അപ്പോൾ നോക്കിയപ്പോൾ എന്താ സാരി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ 1625 രൂപ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് 1625 രൂപയ്ക്ക് ഞാൻ ആ സാരി വാങ്ങി. അതാണ് ഞാൻ പറഞ്ഞ 25 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ സാരി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവിടെ വന്ന സാമ്പിൾ ഫസ്റ്റ് സാരിയായിരുന്നു ഷീമാട്ടിയിൽ. അപ്പോൾ വേണമെങ്കിൽ ഒരു കുറച്ച് അഹങ്കാരത്തിൽ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ എറണാകുളത്തെ ഫസ്റ്റ് ബാവഞ്ചി സാരി ഞാൻ എൻ്റെ കയ്യിലാണ് എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. തമാശക്ക് പറഞ്ഞതാട്ടാ, പക്ഷെ ഫസ്റ്റ് സാരി തന്നെയായിരുന്നു അവരുടെ. അതിൻ്റെ മെറ്റീരിയലൊക്കെ അത് ഇപ്പോഴും എന്ത് രസമായിട്ടിരിക്കുന്ന, ആ ജെറിക്ക് പോലും ഒരു കളർ ചേഞ്ചോ ഒന്നുമില്ല. പിന്നെ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബാവഞ്ചികളൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ ഒരുപാട് ഇപ്പം ഈ കുറച്ചിങ്ങനെ വർഷങ്ങളായിട്ട് മനസമ്മതം സാരി, മന്ത്രകോഴി, അതൊക്കെ ഇങ്ങനെ ബാവഞ്ചി എന്നുള്ള അങ്ങനെ. അപ്പം അന്ന് എനിക്ക് ഈ ബാവഞ്ചി എന്താ ഒന്നും അറിയില്ല. അവർ പറഞ്ഞൊരു പേര് ബാവഞ്ചി. അപ്പം ഞാനിത് ഒത്തിരി കല്യാണങ്ങൾക്കും പല ഫംഗ്ഷനുകൾക്കും അത് കഴിഞ്ഞ് ഉടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളുടെ മനസ്സമ്മതത്തിനൊക്കെ ഞാൻ ഇതാ ഉടുത്തത്. പക്ഷെ അത് ആ ഫോട്ടോ ഒന്നും ഇല്ല, കാരണം വെള്ളപ്പൊക്കം വന്ന് ആൽബമൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാത്തൂൻ്റെ കല്യാണത്തിന് എടുത്തതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇരിപ്പുണ്ട്. അത് ഞാൻ സ്റ്റില്ല് ഇതിനകത്ത് ഇടാം. ഇതിൻ്റെ ബ്ലൗസ് പക്ഷേ അതൊക്കെ ഇപ്പോൾ എനിക്ക് പാകാവൂല. അന്നൊക്കെ എനിക്ക് എന്താ വെച്ചാൽ സിൽക്ക് ബ്ലൗസ് തയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു. നമുക്ക് സിൽക്ക് ബ്ലൗസ് ലൈനിങ് ഇട്ട് തയ്ച്ചാലും ഇങ്ങനെ എന്താ പറയുക, കീറും എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബ്ലൗസ് എടുക്കാതെ ബോർഡർ ഇങ്ങനെ കുത്തുന്ന സ്ഥലത്ത് നിന്ന് വെട്ടിയെടുത്തിട്ട് വേറൊരു തുണി എടുത്തിട്ട് സ്ലീവ്സിൽ വെച്ചിട്ട് തയ്ക്കുകയായിരുന്നു ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ബാവഞ്ചി സാരിയുടെ കഥ. ആദ്യം പറഞ്ഞത് കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇപ്പോഴും ഒരു എന്താ പറയുക, സ്വർണ്ണ നൂല് പോലെയാണ് ഇതിൻ്റെ ഇപ്പോഴും ഇരിക്കുന്ന ഇതിൻ്റെ ആ ജെറിയുടെ ഇത് കണ്ട. അതും അതിൻ്റെ ആ നെയ്ത്തൊക്കെ ഇങ്ങനെയാണ് കണ്ട, ഒട്ടും 2 വശം ഒരുപോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ മറുപുറമാണ് ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത്. കാരണം അന്ന് ഷീമാട്ടിയിലാണ് ഫസ്റ്റ് സാരി വന്നതെന്ന് എനിക്കറിയാം, വേറെ ഒരു കടകളിലും ഇല്ലായിരുന്നു. ഈ ബാവഞ്ചിനെ പറ്റി ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉടുത്ത് കാണിക്കാമെന്ന്. അങ്ങനെ ഉടുക്കാനൊരു മോഹം തോന്നി. ഇപ്പോഴേ ഞാൻ ഉടുത്ത് കാണിക്കുകയാണ്.
മനസ്സിലായില്ല അല്ലേ? മാലയൊന്ന് മാറ്റി. ഞാനപ്പോൾ ഈ ബാവഞ്ചി സാരി കാണുമ്പോഴൊക്കെ എൻ്റെ 2 അപ്പച്ചന്മാരെ ഓർക്കുകയാണ്. അവരോട് നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ പാരൻസും ഹസ്ബൻഡിൻ്റെ പാരൻസും 4 പേരും ജീവിച്ചിരിപ്പില്ല. എങ്കിലും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോട്ടാവട്ടെ ഈ സാരി കഥ അവസാനിപ്പിക്കുന്നത്. എപ്പിസോഡ് നമ്മുടെ ബാവഞ്ചി കഥകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ. പിന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസും എഴുതിയാൽ കൊള്ളാം. അപ്പോൾ ഓക്കെ ദെൻ ബൈ.